ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 വന്ന യൂട്യൂബിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ലഭിക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്? മാറിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിന്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ അവരുടെ റൂൾസ് ഫോളോ ചെയ്യാതെ നമ്മുടെ ചാനലിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. മാറിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിന്റെ റൂൾസിന് അനുസരിച്ച് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടാതെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ഇന്ന് പലരും അവരുടെ ചാനലിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ചേച്ചി എൻ്റെ ചാനലിൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ ചാനൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കില്ല അവരുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറയാം, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ്, അല്ലെങ്കിൽ എങ്ങനെ ലൈവ് സ്ട്രീമുകൾ ചെയ്താലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ള കാര്യം. ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ചാനലിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല. ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നോ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്നോ ഒക്കെ ആയിരിക്കും. കാരണം നിങ്ങൾ യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയെങ്കിലും, അതായത് 4000 വാച്ച് അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മറ്റെവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ച് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്താലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഒത്തിരി പേര് ലൈവ് സ്ട്രീമുകൾ ചെയ്ത് അവരുടെ ചാനലിലെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ലൈവ് സ്ട്രീമുകൾ ചെയ്യുമ്പോൾ ഫേസ് ലൈവ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ നിങ്ങളുടെ ചാനലിൽ സ്ക്രീൻ കാസ്റ്റ് ലൈവ് മറ്റുമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അത് ലൈവിലൂടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈവ് മ്യൂട്ട് ആക്കിയതിനു ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പോകുന്നു. ഇങ്ങനെ നിങ്ങൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നുള്ള വാച്ച് അവർ കൊണ്ട് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതുപോലെ നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ സ്ക്രീൻ കാസ്റ്റ് ലൈവുകളിൽ നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കും. വോയിസ് ഓവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വരുന്ന കമന്റ്സിന് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ലൈവ് സ്ട്രീം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പ്രോപ്പർ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ കിട്ടുന്ന വാച്ച് ഓവർ കൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവരോട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ലൈവ് സ്ട്രീമിൽ നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല, അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോ സെക്ഷനിലോ ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ സെക്ഷനിലോ നിങ്ങളുടെ ഫേസ് കാണിക്കുകയോ അതും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വോയിസ് ഓവർ എങ്കിലും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചാനലിലെ ഷോർട്ട് വീഡിയോ സെക്ഷനിൽ നിങ്ങൾ ഒരേ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അടുത്തടുത്തായിട്ട് ഡബ് മാഷ് വീഡിയോകൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും. റീയൂസ്ഡ് എന്നോ റെപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്നോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഒത്തിരി പേർക്ക് ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങൾ ഫേസ് ലൈവുകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം വരുന്നില്ല. കാരണം നിങ്ങളുടെ ചാനൽ ഡബ് മാഷ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നാലും മോണിറ്റൈസേഷൻ ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ തുടർച്ചയായിട്ട് ഒരേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഡബ് മാഷ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക.
പ്രത്യേകിച്ച് ഈ സ്ക്രീൻ കാസ്റ്റ് ലൈവുകൾ ചെയ്തവരോടാണ്. അതായത് നിങ്ങളുടെ സ്ക്രീൻ കാസ്റ്റ് ലൈവുകളിൽ നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല, അങ്ങനെയുള്ളവർ ഷോർട്ട് വീഡിയോ സെക്ഷനിലും ലോങ് വീഡിയോ സെക്ഷനിലും നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല എങ്കിൽ പോലും വോയിസ് ഓവറെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫേസ് കാണിച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഈസി ആയിട്ട് അവർക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒത്തിരി പേരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എനിക്ക് ഫേസ് കാണിച്ച് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ കാസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി വ്യൂസ് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ വാച്ച് അവർ അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷന് കൗണ്ട് ആക്കുമല്ലോ എന്നൊക്കെയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമുകളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ വാച്ച് അവർ കയറും, നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആവും. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയും അതുവഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല, ആഡ്സെൻസിൽ എന്തെങ്കിലുമൊക്കെ എറർ വന്നു, അത് റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.